തിരുവനന്തപുരത്ത് കടക്കാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ആവർത്തിക്കുന്ന ഒരു കഥ പറയട്ടെ. ഒരു വീട്ടമ്മ, ആ വീട്ടമ്മയ്ക്കെതിരെ വാർത്താപത്രങ്ങളിലെല്ലാം വരുന്ന ഒരു യുവതിയാണ്. മറുനാടനിൽ പോലും ആദ്യ വാർത്ത വന്ന് ഞാൻ പിൻവലിപ്പിച്ച് കണ്ടപ്പോഴേ എല്ലാ ചാനലിലും പത്രങ്ങളിലും വാർത്ത വരുന്നു. എന്താണ് വാർത്ത? 11 വയസ്സുള്ള തന്റെ ആൺകുട്ടിയെ ആ ഉമ്മ പീഡിപ്പിച്ചു എന്നാണ് വാർത്ത. ഞാൻ അപ്പൊ തന്നെ അന്വേഷിച്ചു. ഒരു മകൻ മകളെ അപ്പൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അവിശ്വസിക്കേണ്ട കാര്യം നമ്മുടെ കാലത്ത് സംഭവിക്കും. പക്ഷെ മകനെ അമ്മ പീഡിപ്പിച്ചു എന്ന വാർത്ത വിശ്വസിക്കാൻ പ്രയാസം. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഭ്രാന്തായിരിക്കണം, അല്ലെങ്കിൽ അവർ ലഹരിക്ക് അടിമയായിരിക്കണം, അല്ലാത്തവർക്ക് പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഭിന്നത, അതിലേക്കൊരു സ്ത്രീ കടന്നു വരുന്നു. ഇവരെ നീ കുറെ കാലമായി യുദ്ധം നടക്കുകയാണ്. ഇവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒപ്പിച്ച ഒരു കള്ളക്കേസാണ്. ഞാൻ ഭയാശങ്കയോടുകൂടിയാണ് ആ വിഷയത്തിൽ ഇടപെട്ടത്. അവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തി. അവർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ അഭിഭാഷകരെ ഏർപ്പെടുത്തി. എന്താ സംഭവിച്ചെന്നറിയാമോ? ഹൈക്കോടതി അവരുടെ പേരുള്ള കേസ് റദ്ദാക്കി. അവരെ പൂർണ്ണമായും കുറ്റവിമുക്തയാക്കി. അയാൾക്കെതിരെ കേസെടുത്തു. ഈ കേസ് ചാർജ് ചെയ്ത പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. പക്ഷെ എപ്പോഴും ഒരു പ്രശ്നം ബാക്കിയായി. എന്താണെന്നറിയാമോ? ആ സ്ത്രീക്ക് ജയിക്കാൻ പൈസയില്ല. 2 വർഷം അവർക്കൊരു ജോലി കിട്ടുന്നത് വരെ ഞങ്ങളാണ് 10,000 രൂപ വെച്ച് മാസം കൊടുത്തത്. അതൊരു മുസ്ലിം സ്ത്രീ ആയിരുന്നു എന്ന് ഞാൻ എടുത്തു പറയട്ടെ. അപ്പോ ഞാനിതിലേക്ക് പറഞ്ഞു വരും. ഞാൻ എന്റെ കാര്യം പറയാൻ വന്നതല്ല. ഈ പോരാട്ടം നടത്തുമ്പോൾ ഇവിടെ വരുന്നത്, ഇന്നിപ്പോ തിരുവനന്തപുരത്ത് ഇതിനു വേണ്ടി മാത്രം വന്നത്, ഇവിടെ വരുന്നത്, ഉത്തരവാദിത്വം നിറവേറ്റുന്നത് സത്യം ജയിക്കുമെന്ന ആത്മവിശ്വാസത്തില്ല. ആ സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഭാഗമായിട്ട് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. അതോടെ പറയട്ടെ. അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. എന്റെ ഒരു പരിചയക്കാരൻ ഇംഗ്ലണ്ടിൽ പെട്ടെന്ന് കോമയിലാകുന്നു. സ്ട്രോക്ക് വന്നു. അവിടുത്തെ ഇംഗ്ലണ്ടിൽ ആശുപത്രി പ്രവേശിപ്പിച്ചു. അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഭാര്യ സംസാരിച്ചു, വേണ്ടപ്പെട്ടവരൊക്കെ സംസാരിച്ചു, പ്രതികരണമില്ല. അപ്പൊ ഭാര്യ പറഞ്ഞു, ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഷാദിൻ സ്കറിയായുടെ വീഡിയോ ആണ്. എന്നിട്ട് ഇംഗ്ലണ്ടിലെ ഒരു ആശുപത്രിയിലെ ആ ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് എന്റെ വീഡിയോകൾ തുടർച്ചയായി കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ റെസ്പോണ്ട് ചെയ്തു. ഞാനിത് പറയുന്നത് അഹങ്കാരമായിട്ട് ആരും കരുതരുത്. ഒരുപാട് ക്ലേശം സഹിച്ചുകൊണ്ടാണ്, ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ്, ഒരുപാട് പഴി കേട്ടുകൊണ്ടാണ് തികഞ്ഞ സത്യം മാത്രം പറയാൻ ഞാൻ ക്ലേശത്തിന് പാത ചെയ്യും. നിങ്ങളൊക്കെ കേൾക്കുന്ന പോലെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നൊന്നും അല്ല പീഡനം. അതൊന്നും എനിക്ക് വിഷയമേ അല്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സത്യം പറഞ്ഞ ജോഷിയച്ഛന്റെ പ്രസംഗം കേട്ട് സ്തംഭിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് പ്രസംഗിക്കാനുള്ള മൂളെ നഷ്ടപ്പെട്ടു പോയി. കാരണം ജോഷിയച്ഛൻ പറഞ്ഞതിനപ്പുറത്തേക്കൊന്നും തന്നെ ഇനി പറയാനില്ല. അത്ര ഗംഭീരമായിരുന്നു. മാത്രമല്ല, ജോഷിയച്ഛനും സ്റ്റാലിൻ ദേവനും ഇവർ രണ്ടുപേരും ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ഞാൻ മനസ്സിലാക്കിയിട്ടുമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട്. ലോകത്തിനു മുൻപിൽ ആദ്യമായി മുൻപത്തെ ജനങ്ങൾ ഇങ്ങനെയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞത് ഞങ്ങളായിരുന്നു, മറുനാടൻ. അതെനിക്ക് വലിയ അഭിമാനം. എല്ലാ പത്രങ്ങളും, പിന്നീട് ദീപികയും ഷെക്കിനായും ഒക്കെ പിന്നീട് വന്ന സമരത്തിന്റെ തുടക്കത്തിൽ. ഇതിനൊക്കെ മുമ്പ് മുൻപത്തെ ജനങ്ങളുമായി സംസാരിച്ചുകൊണ്ട് ഏതോ ഒരു യൂട്യൂബർ കുറച്ച് ഈ മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്ത ഒരു സാധനം എടുക്കുന്നു, അത് പ്രചരിക്കുന്നു. എന്റെ ശ്രദ്ധയിൽ ആരോ അയച്ചു തരുന്നു. കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത്, കേരളത്തിൽ ഇങ്ങനൊന്നും നടക്കില്ല, ഇതൊരു സംഗീ സാഹിത്യമായിരിക്കും, വെറുതെ ചിലർ വർഗീയത പറയുന്നതാണ് എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളാനാണ് എന്റെ മനസ്സ് പറഞ്ഞത്. എന്നാലും ഞാൻ പീയൂഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, പീയൂഷേ, ഒരു വീഡിയോ ഞാൻ അയച്ചു തരാം, ഏതോ യൂട്യൂബർ ചെയ്തതാ, സംഖ്യയാണ്, സൂക്ഷിക്കണം,
സത്യമാവാനുള്ള സാധ്യത 1% ഉള്ളൂ. എന്നാലും നീ അവിടം വരെ ഒന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അവൻ അന്വേഷിച്ചിട്ട് ഇവിടുത്തെ ആളുകളുടെ പ്രതികരണം എടുത്തപ്പോൾ ഞെട്ടിപ്പോയി. അങ്ങനെ പീയൂഷ് വന്ന് ഇവിടുത്തെ ആളുകളുടെ പ്രതികരണം എടുത്തുകൊണ്ട് പുറത്തേക്ക് വിട്ട ആ ഒരു വീഡിയോ റിപ്പോർട്ടിംഗ് ആയിരുന്നു ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ വരുന്ന ആദ്യത്തെ റിപ്പോർട്ട്. ഞാൻ യൂട്യൂബറെ മറന്നുകൊണ്ടല്ല, ഇതിനു മുമ്പെടുത്ത യൂട്യൂബറെ മറന്നുകൊണ്ടല്ല. അന്ന് ഇവരാരും ഇതിനെക്കുറിച്ച് അവെയറല്ല. മുനമ്പംകാർക്ക് മാത്രമേ പ്രശ്നം അറിയൂ. 2 വർഷത്തിലധികമായി. പിന്നീട് ഈ വിഷയം കേരളത്തിന്റെ ഒരു ചർച്ചയായി മാറുന്നത് ഭാഗ്യവശാൽ വഖഫ് ഭേദഗതി നിയമം വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ ചർച്ചയാവുമായിരുന്നില്ല. ഈ വഖഫ് ഭേദഗതി നിയമം വരികയും മുനമ്പത്തെ പ്രശ്നം അതിനോട് ഒരുമിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തതോടെയാണ് ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചാടി ഇറങ്ങുന്നതും ദീപികയും ഷക്കീനായും ഒക്കെ അതിനോടൊപ്പം എത്തുന്നതും. ഇന്ന് വഖഫ് ഭേദഗതി നിയമമായി അത് എന്ന് നടപ്പിലാകും, ഇതിന്റെ ചട്ടങ്ങൾ വരണം. ഞാൻ അതിന്റെ സാങ്കേതിക കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഫലപ്രദമായി അതിന്റെ ബെനഫിറ്റ് ആളുകൾക്ക് കിട്ടിത്തുടങ്ങിയിട്ടില്ല. ഈ കിട്ടിത്തുടങ്ങാത്തത് കൊണ്ട് ഇതിനെ എതിർത്തിരുന്നവർ എന്തായി എന്ന് ചോദിച്ച് രംഗത്തുണ്ട്. ഇന്നലെയാണ് ഞാൻ മുനമ്പത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എന്റെ ഫേസ്ബുക്കിൽ ഇട്ടത്. അപ്പൊ അതിലടിയിൽ വന്നൊരു കമന്റ്, ഇടൂ BJP-ക്കാർ പോലും ഓടി ഒളിച്ചു, താനിതൊന്നും അറിഞ്ഞില്ലേ എന്ന കമന്റ് വന്നത്. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞാനൊരു നമ്മുടെ OIP-യിലും 2020-ലും ഒക്കെ പ്രവർത്തിക്കുന്ന വിനോദ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് കടുത്തുരുത്തിയിലുണ്ട്. വിനോദ് എനിക്കൊരു കുറിപ്പ് അയച്ചു. 2 ദിവസം മുമ്പ് വിനോദ് എന്നോട് പറഞ്ഞു, കുറവലങ്ങാട് ടൗണിൽ, കുറവലങ്ങാട് എന്ന് പറയുന്നത് നല്ല ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ്. കുറവലങ്ങാട് ടൗണിൽ വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരു വിശദീകരണ യോഗം നടത്തുന്നുണ്ട്. വഖഫ് വിരുദ്ധരാണ്, ഭേദഗതി എതിർക്കുന്നവരാണ് അത് നടത്തുന്നത്. എന്നാലും ഞാനൊന്ന് പോകുന്നുണ്ട്, എനിക്ക് 2 ചോദ്യം ചോദിക്കണം, പോയിന്റ് ഇട്ട് തരണമെന്ന് പറഞ്ഞ് ഞാൻ കുറെ പോയിന്റ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. തിരിച്ചു വന്ന വിനോദ് എനിക്കൊരു മെസ്സേജ് അയച്ചു. അത് ഷാജാൻ നമ്മളൊന്നും പറയുന്ന പോലെ അല്ല, ഒരു കുഴപ്പമില്ല, പഴയ നിയമം സൂപ്പർ നിയമമാണ്, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, ഇതൊക്കെ ആരോ പ്രചരിപ്പിക്കുന്നതാണ്, ഈ അപ്പീൽ അധികാരമില്ല എന്നൊക്കെ പറഞ്ഞ വെറുതെയാണ്. വഖഫ് ട്രിബ്യൂണലിന്റെ വിധി വന്നാൽ ആ വിധിക്കെതിരെ ആളുകൾക്ക്, ആരാണോ അതിന് ഇരയാവുന്നവർക്ക്, അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം, ഹൈക്കോടതിക്ക് വിളിച്ചു വരുത്തുന്നൊക്കെ പറഞ്ഞൊരു വിശദീകരണം. ആ വിശദീകരണം വായിച്ചപ്പോൾ എനിക്കും ആശയക്കുഴപ്പം, ഇനി അങ്ങനെ വല്ലതും ആണോ? വഖഫ് ഭേദഗതി നിയമത്തിലൂടെയും വഖഫ് നിയമത്തിലൂടെയും പലതവണ കടന്നുപോയിട്ടുണ്ട്. ഞാൻ സ്റ്റാലിൻ ദേവൻ ഇട്ടുകൊടുത്തു. ഈ വിഷയത്തിൽ ഏറ്റവും ആധികാരികമായി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ അത് സ്റ്റാലിനാണ് അറിയാവുന്നത്. ഈ സ്റ്റാലിൻ